എവിടെ പോണ് കോട്ടും വലിച്ചു കയറ്റി? കോട്ട് വലിച്ചിട്ടാ? ഇനി കയ്യില്ലേ ചേച്ചി, നാളെ കേട് അവിടേക്ക് റോട്ടിക്ക് പോണ്ടേ. ഞാൻ ഒരു സാധനം വാങ്ങാൻ പോവാ. സാധനോ? ഞാൻ അറിയണ്ട എന്ത് സാധനം? ഓ അല്ല ചേച്ചിയോട് പറയണ തലയ്ക്ക് മൂത്ത ഞാൻ അറിയണ്ട. ചൂടാവല്ല, എന്താ കാര്യം പറ. നമ്മുടെ ഫ്ലോർ ക്ലീനർ കഴിഞ്ഞു, അപ്പോൾ അത് വാങ്ങാനായിട്ട് ഇക്കര കടയ്ക്ക്. അതിനാണോ കോട്ടയ്ക്ക് ഇട്ട് പോണത്? ചേച്ചിയുടെ അടുത്ത് ചോദിക്കണ്ടേ? എന്ത് വില കമ്പനി തുടങ്ങിയ ഫിനോയിലിൻ്റെ? ടക്കടി ടക്ക്. നിനക്ക് എന്നോട് ചോദിച്ചിട്ട് വേണ്ട. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ത് കാര്യം ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചിട്ട് ചെയ്യണം എന്നുള്ളത്? കമ്പനി തുടങ്ങണമെങ്കിൽ ഞാൻ തുടങ്ങും. നിനക്കിപ്പോൾ എന്നിട്ട് വേണ്ടത് ഫിനോയിൽ വേണം, അത്രയല്ലേ ഉള്ളൂ. അതിനെക്കാട്ടിയും പ്യുവറായിട്ടുള്ള സാധനം ഞാൻ നിനക്ക് ഇപ്പം ഉണ്ടാക്കി തരാം, വാ. അപ്പം എന്നീ കാശ് ചേച്ചിക്ക് തരാം, വാ. അപ്പോൾ വീട്ടുകാർ നോക്കിയേ, നമുക്ക് നമ്മുടെ ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ നാട്ടിലും വീട്ടിലും കാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയണത്. ഇപ്പോൾ ആര്യവേപ്പിനെ കുറിച്ച് കൂട്ടുകാരോട് ഞാൻ പറയണ്ടല്ലോ. ഇത് നമുക്ക് ഏറ്റവും നല്ല എന്താ പറയുക, ഹൈജീനായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മുടെ ആര്യവേപ്പ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം, വാ. നമ്മൾ ഇത് തിളപ്പിക്കാൻ പോണ പാത്രത്തിലേക്ക് ഇതാ 2 കഷ്ണം കർപ്പൂരം, കണ്ടോ, ഇതേപോലത്തെ 2 കർപ്പൂരം ഇടാം. അതേമാതിരി 1 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ക്ലീനർ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളത്തിന് 1 പിടി നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല എന്നാണ് കണക്ക്. അപ്പോൾ ഞാൻ എന്താ 1 പിടി ആര്യവേപ്പിൻ്റെ ഇല ഉരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടോ, നമ്മുടെ ഈ ഉള്ളം കയ്യിൽ 1 പിടി ആര്യവേപ്പിൻ്റെ ഇല. ഇനി 1 കപ്പ് വെള്ളം. ആര്യവേപ്പ് നമ്മൾ കഴുകി നേരത്തെ മാറ്റി വയ്ക്കണം, കാരണം ഇലയുടെ അടിയിൽ ചെറിയ പുഴുവിൻ്റെ മുട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മുന്നേ ഒന്ന് കാലേ കൂട്ടി നമ്മൾ കഴുകി ഒന്ന് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഞാൻ എന്താ 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഇനി നമ്മൾ ഇത് സ്റ്റൗ ഓൺ ചെയ്യുക, തിളപ്പിക്കുക. നമുക്കൊരു ബ്രൗൺ കളർ വരും, അതുവരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. നോക്കിയാൽ ആര്യവേപ്പിൻ്റെ തൊലി ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ചിങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തൊലി ഇട്ടത് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുള്ളൊരു കളറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം, സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ആ ഒരു തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. കണ്ടോളൂ, ഇതാണ് നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള നമ്മളുടെ നിലം തുടയ്ക്കാനും ബാക്കി നമ്മളുടെ മേശയോ കിച്ചണിൻ്റെ ടേബിളോ എന്താ പറയുക സ്ലാബോ എന്ത് വേണമെങ്കിലും, നമ്മുടെ കട്ടിലിൻ്റെ കാല്, ജനലിൻ്റെ കമ്പി, ഡോറ്, ഇതൊക്കെ നമുക്ക് തുടയ്ക്കാവുന്നതാണ്. പ്രകൃതിദത്തമായിട്ടുള്ള നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്, പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ലാത്ത നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഇതാണിത്. ഞാൻ പറഞ്ഞില്ലേ, കാട്ടിലും നാട്ടിലും വീട്ടിലൊക്കെ ഉള്ള നമ്മുടെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ആയുർവേദമാണ് നമ്മുടെ ആര്യവേപ്പ്. അതും കർപ്പൂരം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ തുടയ്ക്കണതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാ കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ക്ലീനർ ഇതാ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കർപ്പൂരത്തിൻ്റെ നല്ല വാസന വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളിതാ ടവിൽ മുക്കി ഒന്ന് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുക്കുമ്പോൾ കണ്ടോ പതയുന്ന കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് ടവിൽ വെച്ചിട്ട് ഇതേപോലെ തുടച്ചെടുക്കാവുന്നതാണ്. ക്ലീനർ വെച്ചിട്ട് നമ്മൾ എവിടേക്കാണോ വൃത്തിയാക്കാറുള്ളത് അവിടെയൊക്കെ നമുക്ക് വൃത്തിയാക്കാവുന്നതാണ്. നല്ല കർപ്പൂരത്തിൻ്റെ മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഹെൽപ്ഫുള്ളാണെന്ന് എനിക്കറിയാം. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക, നാച്ചുറലായിട്ടുള്ള ആരോഗ്യം നിലനിർത്തുക. അപ്പോൾ മണ്ഡലമാസമാണ്, അപ്പോൾ എൻ്റെ എല്ലാ ഈ അപ്പോൾ സ്വാമിമാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടുകയാണ്. കാനനവാ